ബയോളജി പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയല്ലേ? മിസ്സിനെ കാത്തിരിക്കുകയാണ് തോന്നുന്നുണ്ടല്ലേ? അപ്പൊ എന്താണ് 7ാം ക്ലാസ് എക്സാം ഒക്കെ നന്നായിട്ട് എഴുതി വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ച് ഇനി നമുക്ക് എന്താണ് കുറച്ച് കാര്യമാവാ അല്ലെ? കളിയിലൂടെ കുറച്ച് കാര്യം പഠിക്കാം അല്ലെ? നമുക്ക് എന്താണ് ബയോളജി എല്ലാവർക്കും ഇഷ്ടല്ലേ? ഇഷ്ടമല്ലാത്തവർ ആരെങ്കിലും ഉണ്ട്? ആരും ഉണ്ടാവില്ല അല്ലെ? ബയോളജി സിമ്പിൾ ആണല്ലേ? നമുക്ക് ഇന്ന് എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് രസകരമായിട്ട് കുറച്ച് ബയോളജി പഠിക്കാം അല്ലേ? അപ്പൊ എന്താണ് നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സെൽ ക്ലസ്റ്റേഴ്സ്, അതായത് കോശജാലങ്ങൾ. എന്താണ് ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ ആ വാക്ക്? ക്ലസ്റ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് പോരട്ടെ? യെസ്, എന്താണ് കൂട്ടങ്ങൾ എന്നൊക്കെയാണല്ലേ? ഓക്കെ, സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാല് കോശജാലങ്ങൾ. നമ്മൾ സെൽസ് കേട്ടിട്ടുണ്ടല്ലോ. സെൽസ് കേൾക്കാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഈ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് എന്താണ്? സെൽ തിയറിനെ കുറിച്ച് പഠിച്ചു, സെല്ലിനെ കുറിച്ച് പഠിച്ചല്ലേ? ആരാണ് സെല്ല് കണ്ടുപിടിച്ചത്? ആരായിരുന്നടാ? മറന്നോ? ആരായിരുന്നു സെല്ല് കണ്ടുപിടിച്ചത്? യെസ്, റോബർട്ട് ഹുക്ക് ആയിരുന്നു അല്ലേ? റോബർട്ട് ഹുക്ക് ആണ് സെല്ല് കണ്ടുപിടിച്ചത് അല്ലേ? ആണല്ലോ, സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണല്ലോ. യെസ്, അപ്പൊ മിസ് ഇവിടെ ഒരു സെല്ല് വരക്കാട്ടോ. ഇതാണ് സെല്ല്. അപ്പൊ സെല്ലിന് എന്തുണ്ടാവും? സെൻട്രൽ ആരുണ്ടാവും സെൻട്രല്? യെസ്, ഇതെന്താണ്? ന്യൂക്ലിയസ് ആണല്ലേ? എന്താണ്? ന്യൂക്ലിയസ്. യെസ്, ഈ ന്യൂക്ലിയസ് കണ്ടിട്ടില്ലേ? സെല്ലിന്റെ സ്ട്രക്ചർ എല്ലാരും കണ്ടിട്ടില്ലേ? ഈ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരായിരുന്നു ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്? റോബർട്ട് ബ്രൗൺ ആയിരുന്നു അല്ലെ? അങ്ങനെ നമ്മൾ സെല്ലിനെ കുറിച്ചും സെൽ തിയറിയെ കുറിച്ച് പഠിച്ചല്ലോ. എല്ലാവർക്കും ഓർമ്മയിലുണ്ടല്ലോ. ഓൾ ലിവിങ് ഓർഗാനിസം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഓൾ ലിവിങ് ഓർഗാനിസം ഉണ്ടാക്കിയിരിക്കുന്നത്? സെൽസ് കൊണ്ടാണല്ലേ? എല്ലാ ജീവികളും. അപ്പൊ നമ്മളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? ഒരുപാട് സെൽസ് കൂടിയിട്ടാണ് നമ്മളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മള് സെൽസ്, ഇപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളില്ലേ? നമ്മള് എല്ലാ ഭാഗവും ഒരേപോലെയാണോ? ആണോ? അല്ലല്ലേ, എല്ലാ ഭാഗവും ഡിഫറെന്റ് അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള സെൽസും ഉണ്ട്. എല്ലാ സെൽസും ഒരുപോലെ അല്ല. അപ്പൊ പോരട്ടെ, ഏതൊക്കെ സെൽസിന്റെ പേരറിയാം? കേട്ടിട്ടുണ്ടോ? ഓരോ സെൽസിന്റെ പേര് പറയട്ടെ. ഏതാണ്? യെസ്, ഏതൊക്കെയാണ്? കേട്ടിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു കൊറേ സെൽസ് ഉണ്ടല്ലേ നമ്മളെ ശരീരത്തില്, പലതും പല രീതിയിലാണല്ലേ? അപ്പൊ എന്താ പറഞ്ഞ നമ്മള് ലിവിങ് ഓർഗാനിസം എന്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? സെൽസിൽ നിന്നാണല്ലേ? സെൽസിൽ നിന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? ലിവിങ് ഓർഗാനിസം ഉണ്ടായിരിക്കുന്നത് പറയാം. അപ്പൊ നമ്മള് പറഞ്ഞു നമ്മളെ ശരീരത്തിൽ പല രീതിയിലുള്ള സെൽസ് ഉണ്ടെന്ന്. ഏതൊക്കെ സെൽസ് ആണ്? നാഡീകോശം, നെർവസ് സെൽസ് കേട്ടിട്ടുണ്ടോ? കുറെ കയ്യും കാലൊക്കെ ഉണ്ടായിട്ട് കേട്ടിട്ടുണ്ടോ? നെർവസ് സെൽസ് എങ്ങനെയാടാ നെർവസ് സെൽസ്? ഇങ്ങനെ കണ്ടോ? ഏകദേശം ഇങ്ങനെ കുറെ ആയിട്ടല്ലേ? ഇത് എന്താ പറയാ? ഇത് നെർവസ് സെൽസ് ആണെന്ന് ഇമാജിൻ ചെയ്യാട്ടോ. നെർവസ് സെൽസ് ആണ്. മിസ്സിന്റെ ചിത്രകലയാണ് കേട്ടോ. അപ്പൊ ഇതെന്താണ്? ഇതാണ് നെർവസ് സെൽസ്. ഇത് കേട്ടിട്ടുണ്ടോ? അതുപോലെ വേറെ ഏതൊക്കെ സെൽസ് കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. ഏതൊക്കെ കേട്ടിട്ടുണ്ട്? വേഗം പറ. യെസ്, ബോൺ സെൽസ് അല്ലേ? യെസ്, നമ്മുടെ ശരീരത്തിലൊക്കെ എന്തുണ്ട്? ഒരുപാട് ബോൺസ് ഇല്ലേ? അപ്പൊ ആ ബോൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബോൺ സെൽസ് കൊണ്ടാണല്ലേ? അപ്പൊ എന്താണ്? ബോൺ സെൽസ്, നെർവസ് സെൽസ്, നാഡീകല. ബോൺ സെൽസ് എന്താണ്? എന്താണ്? നമ്മുടെ ശരീരത്തിലെ എല്ലുകളും ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അസ്ഥികോശം കൊണ്ടാണല്ലേ? അതേപോലെ വേറെ സെൽസ് കേട്ടിട്ടുണ്ടോടാ? മസിൽ സെൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? നല്ല മസിലുള്ള ആൾക്കാർക്കൊക്കെ തോനെ മസിൽ സെൽസ് ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മുടെ ശരീരത്തിലൊക്കെ എന്തുണ്ട്? മസിൽ സെൽസ് ഉണ്ട് അല്ലേ? അതുപോലെ വേറെ എന്ത് സെല്ലുണ്ട്? വേറെ ഏതാണ് കേട്ടിട്ടുള്ളത്? ഒരുപാട് സെൽസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് സെൽസ് ഏതൊക്കെയായിരുന്നു? പിന്നെ ഏതാണ്? RBC ബ്ലഡിലുള്ള സെല്ല് കേട്ടിട്ടുണ്ടോ? RBC അപ്പൊ അതൊക്കെ എന്താണ്? സെൽസിന് എക്സാമ്പിൾ ആണല്ലേ? അപ്പൊ ഇത്രയും സെൽസ് ഉണ്ടല്ലോ. അപ്പൊ എന്താണ്? ഇതൊക്കെ ഡിഫറെന്റ് സെൽസ് ആണല്ലേ? അപ്പൊ നമുക്ക് ടിഷ്യൂവിന് ഒരു ഡെഫിനിഷൻ പഠിച്ചാലോ? ടിഷ്യൂ എന്ന് പറഞ്ഞാല് ടിഷ്യൂ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽ ദാറ്റ് ഹാവ് കോമൺ ഒറിജിൻ ആൻഡ് ഹാവിംഗ് സ്പെസിഫിക് പെർഫോമൻസ്. ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞാല്
അതായത് ഗ്രൂപ്പ് ഓഫ് സെൽസ്, സെൽസിന്റെ കൂട്ടത്തെ നമ്മൾ ടിഷ്യൂ എന്ന് പറയാം. അവർക്ക് എന്തുണ്ട്, കോമൺ ആയിട്ടുള്ള ഒറിജിൻ ആണല്ലേ. അതേപോലെ അവർക്ക് എന്താണ് ഓരോന്നും പ്രത്യേകമായിട്ട് എന്തുണ്ട് ഓരോ ധർമ്മങ്ങൾ ഉണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള എന്താണ് ഫങ്ഷൻ ഉള്ള സെയിം ഒറിജിൻ ഉള്ള ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാവരും സെറ്റ് ആണോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ടിഷ്യൂസിനെ കുറിച്ച് പഠിച്ചു. ഇനി മക്കളെ, നിങ്ങൾ സൈഗോട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? സൈഗോട്ട്. എങ്ങനെയാണ് സൈഗോട്ട് ഫോം ചെയ്യാം? മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ് ഫ്യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാവും എന്ന് പഠിച്ചു, സൈഗോട്ട് അല്ലെ. സൈഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താ സൈഗോട്ട് എന്ന് പറഞ്ഞാല് സിക്താണ്ഡം അല്ലെ. എന്താണ് സിക്താണ്ഡം? അപ്പൊ സൈഗോട്ട് എന്ന് പറഞ്ഞാല് സിക്താണ്ഡം അല്ലെ. എങ്ങനെയാണ് സൈഗോട്ട് ഫോം ചെയ്യാന്ന് പറഞ്ഞ്? അതെ, മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ് ആണല്ലേ. മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ് കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും? സിക്താണ്ഡം ഉണ്ടാവും. ഈ സിക്താണ്ഡം എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലാണ്. ഇതേപോലെ തന്നെ സിക്താണ്ഡം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? സിംഗിൾ സെല്ലാണ്. അങ്ങനെ എന്താവും? ഈ സൈഗോട്ട് എന്തെയും വീണ്ടും സൈഗോട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കില്ല. സൈഗോട്ട് എന്തെയും വീണ്ടും ഇങ്ങനെ ഡിവിഷൻ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഡിവിഷൻ നടന്നിട്ട് എന്തായി മാറും? അത് പിന്നെ എന്തായി മാറും? ഫീറ്റൽ സെൽസ് ആയി മാറും അല്ലെ, ഭ്രൂണ സെൽസ് ആയി മാറും. അങ്ങനെ പിന്നെ എന്താവും? ഡിഫറെന്റ് അവരുടെ സ്ട്രക്ചറിലും പിന്നെ അവരുടെ ഫങ്ഷനിലൊക്കെ വ്യത്യാസം വന്നിട്ട് എന്തായി മാറും? ഓരോ സെൽസ് ആയി മാറും. ഓരോന്നിനും ഡിഫറെന്റ് സ്ട്രക്ചറും ഫങ്ഷനും ഒക്കെ മാറും. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ ബോഡി ഉണ്ടാകുന്നല്ലേ. അപ്പൊ നമ്മുടെ ബോഡി ഉണ്ടായിരിക്കുന്നത് എന്തിൽ നിന്നാണ്? ഒരു സിംഗിൾ സെല്ലിനല്ലേ. അപ്പൊ നമ്മളല്ലേ കുഞ്ഞായിരിക്കും, നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മള് കുഞ്ഞായിരിക്കും പോലെ നമ്മള് എന്താണ് ആദ്യം മെയിലും ഫീമെയിലും കൂടി ചേർന്നിട്ട് സൈഗോട്ട് ഉണ്ടാവും. അത് സിംഗിൾ സെല്ലായി മാറും. പിന്നെ എന്താവും? അതിങ്ങനെ എന്താണ് അമ്മേന്റെ അല്ലെങ്കിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിലാണല്ലേ സൈഗോട്ട്. പിന്നെ അതിങ്ങനെ വളർന്ന് എന്തായിട്ട് മാറും? ഭ്രൂണമായിട്ട് മാറും. പിന്നെ അത് അവിടെ ഇങ്ങനെ പറ്റി പിടിച്ച് വളർന്നിട്ട് 50 മാസമൊക്കെ കഴിയുമ്പോ ഒരു കുഞ്ഞുവാവയായിട്ട് എന്തായി മാറും? കുഞ്ഞുവാവയായിട്ട് എന്തായി മാറും? പുറത്തോട്ട് വരില്ലേ. വലിയൊരു പ്രോസസ്സാണല്ലേ. അങ്ങനെയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളില് ഒരുപാട് ഡിവിഷൻസ് നടക്കുന്നുണ്ട്. ഒരുപാട് സെൽസുകൾ ഉണ്ടായി മാറുന്നുണ്ട് അല്ലേ. ഒന്നിൽ നിന്നും വൈവിധ്യമാർന്ന ഒരു ഓർഗാനിസം ആയിട്ട് മാറിയില്ലേ നമ്മളല്ലേ. വലിയൊരു എക്സാമ്പിൾ അല്ലേ. അപ്പൊ ഇതും നമ്മളും ഉണ്ടായിരിക്കുന്ന സൈഗോട്ട് എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ സെല്ലിനാണ്. അപ്പൊ ഇങ്ങനെ എന്താണ് ഇതിങ്ങനെ എന്തായി? ഇങ്ങനെ ഡിവിഷൻ നടന്ന് സ്ട്രക്ചറിലും ഫങ്ഷനിലും വ്യത്യാസം വന്നിട്ട് ഇങ്ങനെ ഡിവിഷൻ നടക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ പറയാന്നറിയോ? സെൽ ഡിഫറൻസിയേഷൻ. എന്താണ്? സെൽ ഡിഫറൻസിയേഷൻ. ഓക്കെ ആണോ? അപ്പൊ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സൈഗോട്ട് എന്ന് പറഞ്ഞാൽ സിക്താണ്ഡം അല്ലേ. അപ്പൊ നമുക്ക് എന്താണ്? നമ്മൾ സെൽ ഡിഫറൻസിയേഷൻ ആണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് സെൽ ഡിഫറൻസിയേഷൻ? ഈ സൈഗോട്ട് അല്ലേ, സൈഗോട്ട് എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞു? സിംഗിൾ സെല്ലാണല്ലേ. ഈ സൈഗോട്ട് എന്ത് ചെയ്യും? ഇതിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സൈഗോട്ട് ഇങ്ങനെ സൈഗോട്ടായി നിൽക്കൂല. മൂപ്പർക്ക് അടങ്ങി നിൽക്കേയില്ല. മൂപ്പർ എന്ത് ചെയ്യും? ഇങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ ഡിവിഷൻ നടത്തും. അപ്പൊ ഫസ്റ്റ് അങ്ങനെ ഡിവൈഡ് എന്തായി മാറും? ഫീറ്റൽ സെല്ലൊക്കെ ആയി മാറൂലേ. ഭ്രൂണ സെൽസ് ആയി മാറും അല്ലേ. വീണ്ടും ഡിവിഷൻസ് നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നടന്ന് എന്തായി മാറും? നമ്മൾ നേരത്തെ കുറെ സെൽസിന്റെ പേരൊക്കെ പഠിച്ചില്ലേ? ഇല്ലടാ മക്കളെ? ഏതൊക്കെയായിരുന്നു? നെർവസ് സെൽസ് പഠിച്ചു, ബോൺ സെൽസ് പഠിച്ചു, പിന്നെ അതുപോലെ എന്താണ് ബ്ലഡ് സെൽസ് പഠിച്ചു, മസിൽ സെൽസ് ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ അതൊക്കെ ആയി മാറും. നെർവസ് സെൽസ് ആവും, ബോൺ സെൽസ് ആവും, മസിൽ സെൽസ് ആവും, പിന്നെ എന്താവും? RBC ഒക്കെ ആയി മാറും. അപ്പൊ ഇതുപോലെയാണോ? അപ്പൊ ഇവരിൽ ഓരോന്നിനും എന്ത് വ്യത്യാസമുണ്ട്? സ്ട്രക്ചറിലും ഫങ്ഷനിലും ഷേപ്പിലും ഒക്കെ വ്യത്യാസമില്ലേ? ഇല്ലേ? അങ്ങനെയുള്ള ഒരുപാട് സെൽസ് ആയി മാറില്ലേ, കൂട്ടങ്ങളായി മാറില്ലേ, സെൽസിന്റെ കൂട്ടങ്ങളായി മാറില്ലേ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താ പറയാ? സെൽ ഡിഫറൻസിയേഷൻ. എന്താ പറയാ? സെൽ ഡിഫറൻസിയേഷൻ. എന്താണ് സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? കോശ വൈവിധ്യവൽക്കരണം. എന്താണ് കോശ
വൈവിധ്യവൽക്കരണം. എന്താണ് മിസ് ഒന്നുകൂടെ പറയാം. സൈഗോട്ട് എന്താവും? ഡിവിഷൻ നടന്നിട്ട് എന്തായി മാറും? ഫീറ്റൽ സെല്ലായി മാറും കേട്ടോ. സൈഗോട്ട് എന്ന് പറയുന്നത് സിംഗിൾ സെല്ലാണ്. പിന്നെ ഡിവൈഡ് ചെയ്തിട്ട് എന്തായി മാറും? പിന്നെ സിംഗിൾ സെല്ലായി നിൽക്കൂല. പിന്നെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ ഇങ്ങനെ ഗ്രൂപ്പായി തുടങ്ങും. ആദ്യം ഒറ്റക്കാവും, പിന്നെ ഇങ്ങനെ കമ്പനി അടിച്ച് എന്താവും? ഗ്രൂപ്പായി മാറൂലേ. അങ്ങനെ വീണ്ടും ഡിവൈഡ് എന്താവും? നെർവസ് സെൽസ്, ബോൺ സെൽസ്, മസിൽ സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയി മാറൂലേ. അങ്ങനെ ഓരോ എന്താവും? അങ്ങനെ ആയി മാറി. ഇവരുടെ എന്താണ്? ഇവരുടെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്, ഇവരുടെ ഫങ്ഷൻ ഡിഫറെന്റ് ആണ്, ഇവരുടെ ഷേപ്പ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിന് നമ്മൾ എന്താ പറയാ? കോശ വൈവിധ്യവൽക്കരണം, സെൽ ഡിഫറൻസിയേഷൻ. മനസ്സിലായോ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സെൽ ഡിഫറൻസിയേഷൻ എന്താ മനസ്സിലായില്ലേ? ഈസി അല്ലേ? ബയോളജി ഈസി അല്ലേ? അല്ലേ? മിസ് വെറുതെ പറഞ്ഞല്ലോ, ഈസി അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. ഇന്ന് മിസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വളരെ കുറച്ച് കാര്യം എടുത്തിട്ടുള്ളൂ. അപ്പൊ അടുത്ത ബാക്കി വരുന്ന പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് പഠിച്ച എന്താണ് മക്കളെ? യെസ്, ടിഷ്യൂസിനെ കുറിച്ച് പഠിച്ചു അല്ലേ? എന്താണ് ടിഷ്യൂസ് എന്ന് പറഞ്ഞു അല്ലേ? എന്താണ്? യെസ്, ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ വരുന്നത് എന്താണെടാ? ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലേ? എന്താണ്? ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലേ? ഒരുപാട് സെൽസ് കൂടി ചേർന്ന്. നിങ്ങൾ കണ്ടിട്ടില്ലേ കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിൽ ഇങ്ങനെ ബ്ലോക്സ് അല്ലേ, ബിൽഡിംഗ് ബ്ലോക്സ് കണ്ടിട്ടുണ്ടോ? പല കളേഴ്സിലായിട്ട്. യെസ്, കണ്ടിട്ടില്ലേ? കുറേ ബ്ലോക്സ് അല്ലേ? ഇത് കൂടി ചേർന്നിട്ട് ഇങ്ങനെ നമ്മൾ എന്തൊക്കെയാ പല വീടുണ്ടാക്കും, പല രൂപങ്ങളും ക്രിയേറ്റ് ചെയ്യലേ. അപ്പൊ അതിൽ ഒന്ന് എന്താണ്? ഒറ്റക്കട്ടല്ലേ? ഒന്ന് എന്താണ്? നമ്മളെന്താണ്? സെൽസ് ആയിട്ട് ഇമാജിൻ ചെയ്യാ. ഒരുപാട് ഇങ്ങനെ കൂടി ചേർന്നത് എന്താണ്? ഗ്രൂപ്പായില്ലേ അല്ലേ? ആ ഗ്രൂപ്പ് എന്തായി? ഒരു കൂട്ടായില്ലേ? അപ്പൊ അതെന്താണ്? അങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ടിഷ്യൂ അല്ലേ? ഗ്രൂപ്പ് ഓഫ് സെൽസ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ്? സെൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ബ്ലോക്സിന്റെ ഒരു കാര്യം മൈൻഡിൽ കൊണ്ടുവന്നാൽ മതി അല്ലേ? അതെങ്ങനെ ഒരുപാടെണ്ണം ഒരുപോലെയുള്ള കൂടി ചേർന്നിട്ട് എന്തായില്ലേ? നമ്മൾ മതിലൊക്കെ കണ്ടിട്ടില്ലേ? കണ്ടില്ലേ അല്ലേ? മതിലല്ലേ? ഇഷ്ടിക വെച്ചിട്ടായാലും കല്ല് വെച്ച് ഒരുപാട് കല്ലുകൾ കൂടി ചേർന്നിട്ടല്ലേ മതിലുണ്ടാവുന്നത്. അപ്പൊ എന്താ? അങ്ങനെയുള്ള ഒരു കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്? ടിഷ്യൂസ് എന്ന് പറയുന്നത് അല്ലേ? എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് ഹാവ് കോമൺ ഒറിജിൻ ആൻഡ് ഹാവ് എ സ്പെസിഫിക് ഫങ്ഷൻ. ഇനി നമ്മളെ ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ എന്ന് പറയുന്നു. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് പിന്നെ എന്തായിരുന്നു? സെൽ ഡിഫറൻസിയേഷൻ അല്ലേ? സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞു സൈഗോട്ട് എന്ത് ചെയ്യും? സൈഗോട്ട് ഇങ്ങനെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ് കൂടി ചേർന്നിട്ട് സിംഗിൾ ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവും. അതിങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ഒരുപാട് ഡിവിഷൻ നടന്ന് സ്ട്രക്ചറിലും ഫങ്ഷനിലും ഷേപ്പിലും ഒക്കെ എന്താണ് വ്യത്യാസമുള്ള ഒരുപാട് സെല്ലുകളായിട്ട് മാറും. ഓക്കെ അല്ലേ? ഇന്നെടുത്ത ടോപ്പിക്ക് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ബൈ.